Hello, welcome to Your Beautiful. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വേഗം ക്വിക്ക് ആയിട്ടുള്ള ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സാരി ഒന്നും കാണിക്കുന്നില്ല. ഇത് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ള സാരിയാണ്, നമ്മുടെ ചാനലിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം വേറൊരു ബ്ലൗസ് പെയർ ചെയ്തിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ പേര് റിൻസി, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. ബ്യൂട്ടി റിലേറ്റഡ്, മേക്കപ്പ് റിലേറ്റഡ്, ഫാഷൻ റിലേറ്റഡ് ഒക്കെ വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. പിന്നെ എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിന്ന് പതിവ് പോലെ സെലക്ട് ചെയ്ത കമൻറ്റ് കാണാം. സോ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത കമൻറ്റ് ഇസ് ഫ്രം അമ്മു I3E എന്നുള്ള അക്കൗണ്ടാണ് കേട്ടോ. ഇറ്റ്സ് ട്രൂ ചേച്ചി, ഐ ഫോളോഡ് യു വെൻ ഐ വാസ് ഇൻ +1 or +2. നൗ ഐ കംപ്ലീറ്റഡ് മൈ PG ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി നോട്ടിഫിക്കേഷൻ ഫോർ 4 years I think. From nowhere I suggest thinking of your channel. And I'm just thinking about your channel name, and from my memory I just typed your beautiful and I found it again. Actually your intro has a vibe which reminds me of the earliest videos of you. Love you Chechi. So ഈ ഇൻട്രോ ഇടയ്ക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു, ദ മ്യൂസിക് ദാറ്റ് കംസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ. അത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ പറഞ്ഞു ആ പഴയത് തന്നെ മതി എന്നുള്ളതിൽ ഞാൻ പഴയത് തന്നെ കണ്ടിന്യൂ ചെയ്തതാണ് കേട്ടോ. ചിലവർക്ക് പുതിയത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പിന്നെ ചിലവർ പറഞ്ഞു ചേച്ചി ആ പഴയത് തന്നെ മതി, അത് തുടങ്ങുമ്പോൾ തന്നെ അറിയുന്നത് ചേച്ചിയുടെ വീഡിയോ ആണ് എന്നുള്ളൊരു ഇതിൽ. സോ ഐ ജസ്റ്റ് കണ്ടിന്യൂഡ് ദാറ്റ്. പിന്നെ എനിക്കും ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ഈ പഴയ കാര്യങ്ങളിലൊക്കെ. എനിക്ക് ഭയങ്കര നൊക്ലാച്ച് അടിക്കുന്ന ഒരു ആളാണ് ഞാൻ. സോ യെസ്, ഞാനത് കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. കുറേ നല്ല നല്ല കോമെൻറ്റ്സ് ഉണ്ടായിരുന്നു എൻ്റെ പ്രീവിയസ് വീഡിയോന്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ ഫൗണ്ടേഷൻ റിവ്യൂ വീഡിയോ കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ അതിൽ നോട്ടിഫിക്കേഷൻസ് ആർക്കും മര്യാദയ്ക്ക് കിട്ടുന്നില്ല എന്ന് കുറേ കംപ്ലയിൻറ്റ്സ് കേട്ടു. സോറി ഫോർ ദാറ്റ്. കംപ്ലയിൻറ്റ്സിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ആൾക്കാർ ആ ഒരു വീഡിയോൻ്റെ താഴെ ഇട്ട കോമെൻറ്റ്സ് ഒക്കെ. താങ്ക് യു എവ്രി വൺ. ഞാൻ എല്ലാ കോമെൻറ്റ്സും വായിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് വലിച്ചു നീട്ടാണ്ട് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചൊരു പ്രൈമറായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നൈക്കയിൽ പോയപ്പോൾ ഇത് നിക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് ദ ഫേസ് ഗ്ലൂ ഗ്രിപ്പിംഗ് പ്രൈമറാണ്. അപ്പോൾ ഈ പ്രൈമറൊക്കെ കുട്ടികൾക്കൊന്നും കാണിച്ചു കൊടുക്കണം കേട്ടോ, ബിക്കോസ് ദേ തിങ്ക് ഇറ്റ്സ് സം ഗ്ലൂ ആൻഡ് യൂസ് ഇറ്റ്. പിന്നെ ഗ്ലൂവിൻ്റെ വില എന്നല്ല ഇതിനെ, അത് കാരണം കീപ് അവേ ഫ്രം കിഡ്സ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ലുക്സ് ലൈക്ക് ഗ്ലൂ. എന്തായാലും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം. ഓക്കെ, തിൻ ടെക്സ്ചറാണ് കേട്ടോ. നമ്മൾ പ്രീവിയസ്ലി യൂസ് ചെയ്തിട്ടുള്ള ഗ്രിപ്പിംഗ് പ്രൈമേഴ്സ് ഇല്ലേ, മറ്റേ എൽഫിൻ്റെ ഒക്കെ, അതിൻ്റെ അത്ര തിക്ക് ആൻഡ് സ്റ്റിക്കി അല്ല. ഐ തിങ്ക് ദിസ് ഈസ് ലൈക്ക് ലിറ്റിൽ മോർ കംഫർട്ടബിൾ. മറ്റേത് കുറച്ച് തിക്ക് ആൻഡ് സ്റ്റിക്കി ഒക്കെ ആയിരുന്നു. ഇത് സ്റ്റിക്കി അല്ല എന്നല്ല, ദിസ് ഈസ് ഓൾസോ സ്റ്റിക്കി, ബട്ട് മറ്റതിൻ്റെ അത്ര ഗ്രിപ്പിംഗ് സ്റ്റിക്കി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സോ ഇങ്ങനത്തെ ഒരു പ്രൈമർ വിൽ ഡെഫിനറ്റ്ലി സൂട്ട് ഈ ഡ്രൈ സ്കിൻകാർക്ക്. ലൈക്ക് യു ക്യാൻ സീ ഹൗ ഹൈഡ്രേറ്റിംഗ് ദാറ്റ് ലുക്സ്, റൈറ്റ്? ഇതൊരു മാറ്റിഫൈങ് പ്രൈമർ അല്ല, ഈ മേക്കപ്പിന് ലോങ് ലാസ്റ്റിംഗ് ആക്കും, ബട്ട് കുറച്ചൊരു ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് പോലെ യു ക്യാൻ സീ ലൈക്ക് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. സോ ഇതിന് മുന്നേ ഞാനൊരു ആലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് എൻ്റെ ഫേസിൽ ഇങ്ങനെ ചെറിയൊരു ബംസ്, ബിക്കോസ് ബാക്ക് ടു ബാക്ക് മേക്കപ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫേസിൽ കുറച്ച് ചെറിയ ബംപി ടെക്സ്ചർ വന്നിട്ടുണ്ട്. സോ ആലോവേര ജെല്ലിട്ട് അതിനെ കാം ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രൈമറിനെ നമ്മൾ നന്നായിട്ട് അബ്സോർബ് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. സോ നൗ വി ആർ യൂസിങ് എ സ്കിൻ ടിൻറ്റ്. ഞാനിന്ന് ഫൗണ്ടേഷൻ അല്ല യൂസ് ചെയ്യുന്നത്. എനിക്കിപ്പോഴും പൊതുവേ മോർ ദൻ തിക്ക് ഫൗണ്ടേഷൻസ് ഐ ലൈക്ക് യൂസിങ് സംതിങ് ദാറ്റ്സ് വെരി ലൈറ്റ്. എനിക്കങ്ങനെ വലിയ കവറേജ് അങ്ങനെ വേണമെന്നില്ല. സോ ഇത് ഞാൻ ആക്ച്വലി നൈക്കയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ആൻഡ് നല്ലൊരു ഫ്ലോയി വാട്ടറി ടെക്സ്ചറാണ്. ആൻഡ് ദിസ് ഇസ് എ സ്കിൻ ടിൻറ്റ്, സോ ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച് കവറേജ്. നിങ്ങൾക്ക് ഭയങ്കര കവറേജൊക്കെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി നോട്ട് ലൈക്ക് ദിസ്. ഞാനിവിടെ ഫൗണ്ടേഷൻ കളർ കറക്റ്റർ ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഐ എം ജസ്റ്റ് ഡൂയിങ് ഒരു സിമ്പിൾ വെയറബിൾ കൈൻഡ് ഓഫ് മേക്കപ്പ് ലുക്ക്. ആൻഡ് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ആൻഡ് മൈ ഷെയ്ഡ് ഇസ് ഷെയ്ഡ് 04. കണ്ടില്ലേ, ഇറ്റ്സ് നോട്ട് ദ ഡ്രൈ മാറ്റ് ഫിനിഷ്ഡ്. ദിസ് ഈസ് ഓൾസോ ഒരു ഹൈഡ്രേറ്റിംഗ് ഫിനിഷാണ് കേട്ടോ. ഒരു ഡെയിലി വെയറിനൊക്കെ നല്ലതാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ലൈക്ക് അബൌട്ട് ദിസ് സ്കിൻ ടിൻറ്റ്. ആൻഡ് ഈ ഒരു സ്കിൻ ടിൻറ്റിൽ നിങ്ങൾ ഒരു 1 ഷെയ്ഡ് ലൈറ്റർ എടുത്താൽ മതി. ബിക്കോസ് ഇത് ഇട്ട് കഴിയുമ്പോൾ
ഓക്സിഡൈസ് ആവേണ്ടതാണോ എന്താണെന്ന് എനിക്കറിയില്ല. മേ ബി ഐ തിങ്ക് ദിസ് ഈസ് ഓക്സിഡൈസിങ്. സോ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് സെറ്റായിട്ടുള്ളൊരു കളറിൽ വരുന്നുണ്ട്. ഡോണ്ട് ഗോ ലൈക്ക് ഭയങ്കര ലൈറ്ററായിട്ട് എടുക്കണ്ട. നൗ ഐ ഹാവ് എ ടാൻ ഓക്കെ ഓൺ മൈ ഫേസ്. സോ ഇത് ആക്ച്വലി ഞാൻ പൊതുവെ ലൈറ്റർ ഷെയ്ഡ്സ് എടുക്കാറില്ല. സോ റൈറ്റ് നൗ ടാൻ ഉള്ള കാരണം ഇറ്റ്സ് ലൈക്ക് കുറച്ച് ലൈറ്റർ ഷെയ്ഡായിട്ട് തോന്നാം. ബട്ട് എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒക്കെ ശരിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത് വേഗം ബ്ലെൻഡായി ആൻഡ് വെരി ലൈറ്റ് വെയ്റ്റ്, ലൈക്ക് ഫേസിലൊന്നും ലൈക്ക് ഒരു മോയ്സ്ചറൈസർ ഇട്ട പോലെ തന്നെയുള്ളൂ ഇതിൽ. ആൻഡ് ദിസ് ഹാസ് SPF 30. ബട്ട് ഈ ഒരു SPF നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. പ്ലീസ് യൂസ് എ സെപ്പറേറ്റ് സൺസ്ക്രീൻ ഇൻ കേസ് നിങ്ങൾ പുറത്ത് പകലൊക്കെ പോകുന്നുണ്ടെങ്കിൽ. പ്ലീസ് യൂസ് എ സൺസ്ക്രീൻ. ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ ദിസ് SPF. ദിസ് ഈസ് നോട്ട് ഇനഫ്. ആൻഡ് ഇതെൻ്റെ നൈക്കയുടെ ബ്ലഷാണ്, പൊട്ടിയിട്ടാണ് ഇരിക്കുന്നത്, ലിൽ മെസ്സി. സോ ഞാൻ എൻ്റെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് ഇറ്റ്സ് ദിസ് ഒരു പീച്ചി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഒരു വാം കൈൻഡ് ഓഫ് ലുക്കാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന്. സോ ഐ എം യൂസിങ് എ പീച്ചി പിങ്ക് ഷെയ്ഡ്. ദിസ് ഇസ് ഫ്ലർട്ടി പീച്ച് ഷെയ്ഡാണ്, ബട്ട് ഒരു പീച്ചി പിങ്ക് ഷെയ്ഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഐ എം ഗോയിങ് ടു ഡു ഭയങ്കര സിമ്പിളാക്കുക. അത് കാരണം ഒരുപാട് ലെയറിംഗ് ഒന്നുമില്ല. സോ ഇത് ഗൈസ് ദിസ് ഈസ് ലൈക്ക് എ മസ്റ്റ് ഹാവ് ടാ. അതായത് നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റിന് ദിസ് ഈസ് എൻ അടിപൊളി പ്രോഡക്റ്റ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, ബട്ട് ജസ്റ്റ് ട്രൈ ബൈയിങ് ദിസ്. കുറേ നാളത്തേക്ക് ഉണ്ടാവും. ഇത് ലനേജിൻ്റെ നിയോ എസെൻഷ്യൽ ബ്ലറിംഗ് ഫിനിഷ് പൗഡർ. ഇതൊരു ബ്ലറിംഗ് പൗഡറാണ്. ബട്ട് വൈ ഐ ലൈക്ക് ദിസ് ഇസ് ബിക്കോസ് ഇറ്റ് ഡസ് ബ്ലർ. പക്ഷേ ഇത് നമ്മുടെ മേക്കപ്പിനെ ഉണ്ടല്ലോ ഭയങ്കര ലാസ്റ്റിംഗ് ആക്കി വെക്കും. ആൻഡ് ആ ഓയിലിനെസ് ഒക്കെ എൻ്റെ ഫേസൊക്കെ നല്ല ഓയിലി ആണ്. ആൻഡ് ഐ ജസ്റ്റ് ലവ് ദിസ് ബിക്കോസ് ത്രൂ ഔട്ട് ദ ഡേ ഫ്രഷ് ആക്കി വെക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. ബട്ട് ദ മാക്സിമം മേക്കപ്പ് ക്യാൻ ഹോൾഡ്, അതിനെ അത്രയും ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നൊരു സെറ്റിംഗ്. ഐ യൂസ് ഇറ്റ് ലൈക്ക് എ സെറ്റിംഗ് പൗഡർ കേട്ടോ. ലൈക്ക് ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഓർ സൺസ്ക്രീൻ ഇട്ട് പുറത്ത് പോവുകയാണെങ്കിലും ഐ ജസ്റ്റ് സെറ്റ് വിത്ത് ദിസ് ബിക്കോസ് നമ്മുടെ ഓയിലിനെ നന്നായിട്ട് ഇത് കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഓൾദോ ദിസ് ഇസ് ലൈക്ക് എ ബ്ലറിങ് പൗഡർ എന്ന് പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഒരു മെയിൻ യൂസ് എനിക്ക് തോന്നിയത് ഇസ് ദാറ്റ് ഇറ്റ് റിയലി ഹോൾഡ്സ് ദ മേക്കപ്പ് വെൽ. ആൻഡ് ഈ പറഞ്ഞോണം ആ ഓയിലിനെ നന്നായി കൺട്രോൾ ചെയ്യുന്നുണ്ട്. I really like this and I would highly recommend this one. Like just give this a try. ഇതിൻ്റെ തന്നെ ഇതേപോലത്തെ തന്നെ ഞാൻ Too Facedൻ്റെ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഗെയിൻ ദാറ്റ് വാസ് ഓൾസോ നോട്ട് സ്പോൺസർഡ്, ബട്ട് അതിപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ പോലത്തെ എന്തെങ്കിലും പുതിയതുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് ഗൈസ് ദിസ് ഇസ് റിയലി നൈസ്. നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ പാക്കിൻ്റെ ഈ ഒരു ഐ ഷാഡോ ആണ്. ഇതിൽ നല്ലൊരു വാം ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്, അടിപൊളിയാണ്. ദിസ് ഈസ് ലൈക്ക് മൈ സെക്കൻഡ് പർച്ചേസ്. വേറൊന്നുമല്ല, തീർന്നിട്ടല്ല, മറ്റേത് എക്സ്പയറായി. ഒരു 6-7 കൊല്ലം മുന്നത്തെ വീഡിയോയിൽ ഞാനിത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഈസ് എ ന്യൂ വൺ. ഐ റീസെൻ്റ്ലി ബോട്ട് ദിസ് ഫ്രം നൈക്ക ഐ ഗെസ്. ഐ എം ഹാപ്പി. ഇത് കുറേ നാൾ ഞാൻ അവരുടെ സ്റ്റോക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ബിക്കോസ് ഐ റിയലി ലവ് ദിസ്. ഐ മീൻ ലുക്ക് അറ്റ് ദ ഷെയ്ഡ്സ്. ഓക്കെ, ലൈക്ക് നല്ല വാം ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. ഇഫ് യു ആർ ഇൻ ടു ദിസ് നല്ലൊരു വാം ബ്രൗണി സ്മോക്കി സിമ്പിൾ മാറ്റ് ഐ ഷാഡോ ലുക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ദിസ്. എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ലൈക്ക് യു വോണ്ട് റിഗ്രറ്റ് ബൈയിങ് ദിസ്. ആൻഡ് മാക് ഐ ഷാഡോസ് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ലൈക്ക് ഐ ഡോണ്ട് ഇവൻ ഹാവ് ടു മെൻഷൻ ദിസ്. അവരുടെ പിഗ്മെൻറ്റേഷൻ ഈസ് ലൈക്ക് വൺ ഓഫ് ദ ബെസ്റ്റ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പിഗ്മെൻറ്റേഷൻ. ദ ഐ ഷാഡോ ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. പാക്കിൻ്റെ നല്ല തന്നെയാണ്. ബട്ട് ദിസ് ഈസ് ലൈക്ക് മോർ അഫോർഡബിൾ. ഐ വുഡ് ഹൈലി റെക്കമെൻഡ് ദിസ്. ഇതിലത്തെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഐ എം ഗോണ പുട്ട് ഓൺ ദ ലിഡ്. ഓക്കെ, കാരണം ഞാൻ ഇന്നൊരു ഗ്ലോസി ലിപ്പ് ലുക്കാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടേക്കണേ. വിച്ച് ഈസ് വൈ ഞാൻ കണ്ണിനെ കുറച്ച് ഡാർക്കാക്കി വെക്കാമെന്ന് വിചാരിച്ചത് അതാണ് കേട്ടോ. പിന്നെ പാക്ക് എനിക്ക് ഇഷ്ടം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് പാക്ക് ഇസ് വെരി ഈസി ടു ബ്ലെൻഡ്. ഓക്കെ, ലൈക്ക് ബിഗിനേഴ്സിനൊക്കെ ഇത് ബ്ലെൻഡ് ചെയ്യാൻ നല്ല സുഖമുള്ളൊരു ഐ ഷാഡോ ആണ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കാജലാണ്. ഞാൻ ഇതിനെപ്പറ്റി ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ലവ് ദിസ്.
കറൻറ്റ് ഫേവറേറ്റ്, അതായത് കാജൽസിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാനിങ്ങനെ തള്ളി പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് സ്പോൺസേർഡ് ആണെന്ന്. നോ, ദിസ് ഇസ് നോട്ട് സ്പോൺസേർഡ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് പൊതുവേ എനിക്ക് ഈ ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ചില നല്ല ക്വാളിറ്റി നല്ല ഡീപ്പ് കാജലൊക്കെ ആണെങ്കിൽ ഞാൻ സഹിച്ച് ഷാർപ്പൻ ചെയ്തൊക്കെ ആ പേഷ്യൻസ് വെച്ച് ഷാർപ്പൻ ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദിസ് വൺ ഇസ് സൂപ്പർ ക്രീമി. ഷാർപ്പൻ ചെയ്യേണ്ട ആവശ്യമില്ല. മടിച്ചോളൊക്കെ ബെസ്റ്റാണ്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് ആൻഡ് ഡീസെൻ്റ്ലി ലോങ് ലാസ്റ്റിംഗ്. I'll just show you, look at how dark this is. നിങ്ങൾക്ക് ഇങ്ങനെ ഈ സ്മജ്ഡ് ലുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഇവരൊരു ബ്രഷ് തന്നിട്ടുണ്ട്. യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, ഇവിടെ ബാക്കിലൊരു ബ്രഷ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആ സ്മഡ്ജ് ലുക്കും ചെയ്യാം. നെക്സ്റ്റ് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് വൺ. ഓക്കെ, ഇത് ഒരു ഹൈലൈറ്റിംഗ് പൗഡർ പോലത്തെയാണ്. ഇത് നമ്മുടെ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതാണ്. ഒരു ടബിലാണ് ഇങ്ങനെ കിട്ടുന്നത്, ഒരു കുഞ്ഞ് ജാറിൽ. ഇത് ഞാൻ H&M വാങ്ങിച്ചതാണ്. ദിസ് ഈസ് ഒരു ബ്യൂട്ടിഫുൾ, ഇതിങ്ങനെ പൗഡറായിട്ടാണ് വരാട്ടോ. ആൻഡ് നല്ല ഹൈലൈറ്റർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. ലൈക്ക് ദ പിഗ്മെൻറ്റ് യു ഹാവ് ടു സീ ഗൈസ്. സൂപ്പർ പിഗ്മെൻറ്റഡ്. സോ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ ഇവിടെ ഇതൊരു മൾട്ടി പേർപ്പസ് സാധനമാണ് കേട്ടോ. God, just go grab this. Okay, ഇത് ഞാൻ this is also available in Nykaa. ഞാൻ പേഴ്സണലി പോയി ടെസ്റ്റ് ചെയ്തിട്ട് വാങ്ങിച്ചതാണ്. യു ക്യാൻ യൂസ് ദിസ് ആസ് ഹൈലൈറ്റർ ഓൾസോ കേട്ടോ. ബട്ട് കുറച്ചൊരു ഷിമ്മറി കൈൻഡ് ഓഫ്, കെൻ യു സീ ദാറ്റ്? ഒരു ഷിമ്മറി കൈൻഡ് ഓഫ് ഹൈലൈറ്റർ ആണ്. കുറച്ച് ഗ്ലിറ്ററി ഹൈലൈറ്റർ ആണ് കേട്ടോ. ലൈക്ക് രാത്രിയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. The pigment is like insane, too good. I would highly recommend this one as well. ലൈക്ക് കുറച്ചിങ്ങനെ തൊട്ടാൽ മതി, അത്യാവശ്യത്തിന് പിഗ്മെൻറ്റേഷൻ ഇത് തരും. സോ ബി കെയർഫുൾ ആൻഡ് ഗോ ലൈറ്റ് ഹാൻഡഡ്. അഗൈൻ ദീസ് ആർ ഓൾ ലൈക്ക് എൻ്റെ ഒരു ഫേവറേറ്റ്സ് വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നണേ. One of my favorite mascara from MAC. If you haven't tried this, you should give this a try. കുറച്ച് എക്സ്പെൻസീവ് ആണ്, 2700 ആണ്, ബട്ട് വർത്ത് ദ മണി. ഇത് നമ്മുടെ ലാഷസിനെ ലൈക്ക് ഇതിൻ്റെ വാണ്ട് കാണുമ്പോൾ വലിയ പെർഫോമൻസ് ഒന്നും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് നോ, ദിസ് ഇസ് അടിപൊളി. മൈ ഫ്രണ്ട് യൂസ് ദിസ് ആൻഡ് ഷീ ലവ്ഡ് ഇറ്റ്. മാക്കിൽ വല്ല ഓഫറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് കേട്ടോ. അടിപൊളിയാണ്. യു വോണ്ട് റിഗ്രറ്റ് ബൈങ് ദിസ്. നല്ല നല്ല അടിപൊളി മസ്കാരയാണത്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മാർസിൻ്റെ ഐബ്രോ റിട്രാക്റ്റബിൾ പെൻസിലാണ്. നോട്ട് മൈ ഫേവറേറ്റ്, ബട്ട് കുഴപ്പമില്ല, ഡീസൻറ്റ്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. സോ ഗോ ലൈറ്റ് ഹാൻഡഡ്. നമുക്ക് എപ്പോഴും ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറ്. സോ പ്ലീസ് ഗോ ലൈറ്റ് ഹാൻഡഡ് ഇഫ് യു ഹാവ് പ്ലാൻസ് ഓഫ് ബൈയിങ് ദിസ് വൺ. എനിക്കിത് ഞാൻ ചിലപ്പോൾ റീപർച്ചേസ് ചെയ്യില്ല. വേറെ ഒന്നും നല്ലത് കിട്ടിയില്ലെങ്കിൽ മേ ബി ഐ വിൽ ബൈ ദിസ്. ബട്ട് ദിസ് ഇസ് ഓക്കെ. നിങ്ങൾക്ക് നല്ല ഡീപ്പ് ഡാർക്ക് ഐബ്രോസ് ആണെങ്കിൽ ഐ വുഡ് റെക്കമെൻഡ് ദിസ് വൺ. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഒരു മസ്റ്റ് ഹാവ് അല്ല, കുഴപ്പമില്ല എന്ന് മാത്രം. നോട്ട് ബാഡ് ട്ടാ. മീൻ അത്ര പൊട്ടയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരില്ലല്ലോ. ദിസ് ലൈക്ക് ഓക്കെ. ഇതിനും നല്ലത് വേറെ കിട്ടും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കുറേ നേരം ഇങ്ങനെ കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ കണ്ണിന്ന് വെള്ളം വരാം. ആൻഡ് ഇറ്റ് ഹാസ് ദിസ് ബ്രഷ്. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനൊരു, ഞാൻ എപ്പോഴും ഇത് വരച്ചിട്ട് ബ്ലെൻഡ് ചെയ്യും. എന്നെ കുറേ കാലമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഐ ഓൾവേസ് ഡു ദ സ്റ്റെപ്പ്. ഐ നെവർ മിസ് ദാറ്റ് സ്റ്റെപ്പ്. എന്നാലേ ആ ഒരു ഫിനിഷിങ് ലുക്ക് കിട്ടുള്ളൂ. ആൻഡ് ബിക്കോസ് ദിസ് ഷെയ്ഡ് ഈസ് ബ്ലാക്ക്, പ്ലീസ് ഗോ ലൈറ്റ് ഹാൻഡഡ് ആൻഡ് ഭയങ്കര തിക്കായിട്ട് വരയ്ക്കല്ലേ. അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മീശമാധവനിലത്തെ ജഗതിയുടെ ഒരു ലുക്കിലേക്ക് വരൂടാ. സോ just go light handed. This itself is like കുറച്ച് ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് കിടക്കാം. സോ ലിപ്സ്റ്റിക്കിന് എനിക്കിപ്പോൾ
എപ്പോഴും ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതാണ് എനിക്കിപ്പോൾ പേഴ്സണലി ഇഷ്ടം. ഇറ്റ് കൈൻഡ് ഡിഫൈൻസ് യുവർ ലിപ്സ് യുനോ. അപ്പോൾ ഐ എം യൂസിങ് ദിസ് ലിപ് ലൈനർ ഫ്രം ഫേസസ് കാനഡ. ഇത് അൾടൈം പ്രോ അവരുടെ മൂഖ ബ്രൗൺ ഷെയ്ഡ് 13 നല്ലതാട്ടോ. പിഗ്മെൻറ്റഡ് ക്രീമിയൊക്കെയാണ്. നെക്സ്റ്റ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാർട്ട് ഈസ് ലിപ്സ്റ്റിക്. നമ്മൾ ഫൈനലായിട്ട് ആ ലിപ്സ്റ്റിക് ഇടുമ്പോഴാണ് ആ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ മൊത്തം ആ ഒരു ഇത് കാണാം. ആൻഡ് ഈ ഒരു പ്രോഡക്റ്റിൽ വേറെ ഒരു ഷെയ്ഡ് ഞാൻ മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. അന്നും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഷെയ്ഡാണ്. ആൻഡ് റീസെൻ്റ്ലി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തപ്പോഴും നിങ്ങൾ ചോദിച്ചു വാട്ട്സ് ഓൺ യുവർ ലിപ്സ്. സോ അതിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡാണ് ഞാനിന്നെടുത്തത്. ലൈക്ക് ഐ സെഡ് ഞാനിന്നൊരു വാം ടോൺഡ് മേക്കപ്പ് ചെയ്യണ കാരണം ഐ എം യൂസിങ് ദിസ് വാം പീച്ച് ഷെയ്ഡാ. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഓക്കെ, നല്ല ഭംഗിയില്ലേ? എനിക്കിത് ഇഷ്ടമാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഈ ലിപ് ലൈനർ ഇട്ടിട്ട് ഈ ഗ്ലോസി ഫിനിഷുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ഗ്ലോസി, വെള്ളം ഇങ്ങനെ നനഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു ഭംഗിയില്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ദിസ് ഷെയ്ഡ് ഇസ്, ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്യാം, അവൈലബിൾ ആയിരിക്കും. ഇത് അവരുടെ പീച്ച് പിങ്ക് എന്നുള്ള ഷെയ്ഡാണ്. നെക്സ്റ്റ് നമ്മൾ ഒരു പൊട്ട് കുത്തിയിട്ട് ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. ഐ എം യൂസിങ് ദ വെരി സ്മോൾ ടൈനി ബിന്ദിയാണ് കേട്ടോ. എനിക്ക് ചെറിയ പൊട്ടാണ് എപ്പോഴും ഇഷ്ടം. എനിക്ക് ഓയിലി സ്കിന്നുള്ള കാരണം കുറച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് ഹൈഡ്രേറ്റിംഗ് ഒക്കെ ആയിട്ട് വരും. ബട്ട് നമ്മളൊരു മാറ്റ് പൗഡർ എടുത്ത് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ നാച്ചുറൽ ഗ്ലോയി ഫിനിഷ് പോവില്ലേ? ലൈക്ക് ഇൻ കേസ് യു സെറ്റിംഗ് വിത്ത് പൗഡർ. അപ്പോൾ ആ ഒരു ഗ്ലോയി ലുക്ക് നിങ്ങൾക്ക് തിരിച്ച് വേണമെങ്കിൽ, ഓർ ഇഫ് യു ഹാവ് വെരി ഡ്രൈ സ്കിൻ ആൻഡ് യു വാണ്ട് യുവർ മേക്കപ്പ് ടു ലുക്ക് ഹൈഡ്രേറ്റിംഗ്, ഇത് ഞാൻ മുന്നും വീഡിയോ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് സ്പോൺസേർഡ്. ദിസ് ഈസ് ആക്ച്വലി ഒരു പ്രീ മേക്കപ്പ് സീറം സ്പ്രേ പോലെ യൂസ് ചെയ്യാം. ബട്ട് എനിക്ക് ഇത് ആഫ്റ്റർ മേക്കപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഐ നോ ദർ ആർ ഇൻഫ്ലുവൻസേഴ്സ് സെയിങ് ദാറ്റ് ഇത് ആക്ച്വലി ആഫ്റ്റർ മേക്കപ്പ് യൂസ് ചെയ്യേണ്ട സ്പ്രേ അല്ല. യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. ഐ മീൻ യൂസ് ദ വേ യു ലൈക്ക് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്തിട്ടാണ് റിസൾട്ട് കിട്ടുന്നത് അങ്ങനെ യൂസ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ മേക്കപ്പ് ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഹാമുമില്ല. ഓക്കെ, ഐ മീൻ ഇഫ് യു ആർ ഓക്കെ ടു അപ്ലൈ ദിസ് ഡയറക്ട്ലി ഓൺ യർ സ്കിൻ, ദെൻ I think after makeup also this is fine. So influencers who are trying to de-influence, guys, I really like this is not sponsored, telling you again. ഇത് എനിക്ക് ശരിക്കും ഇഷ്ടമായ കാരണമാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്തത്. ബട്ട് ഓൺലി ഇഫ് യു ആർ ഇൻ ടു ആ ഒരു ഗ്ലോയി ഷൈനി ഫിനിഷ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത് വാങ്ങിച്ചാൽ മതി. അതർവൈസ് ഇതിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ. I'll just show you. ആൻഡ് ഇതിൻ്റെ റിഫ്രഷിങ് സ്മെൽ ഈസ് അനദർ തിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് പള്ളിയിൽ ഒരു ആവശ്യത്തിന് മേക്കപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഒരു കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ അടിച്ചപ്പോൾ ഷി വാസ് ലൈക്ക് വാവ്, ദിസ് സ്മെൽസ് ഗുഡ്, ദിസ് ഡെഫിനറ്റ്ലി സ്മെൽസ് ഗുഡ്. ആ ഒരു നാച്ചുറൽ ഗ്ലോ ഇപ്പോൾ നിങ്ങൾക്ക് വന്നില്ലേ? അപ്പോൾ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, ആ നാച്ചുറൽ ഗ്ലോ വന്നപ്പോൾ നമ്മുടെ അണ്ടർ ഐ ഏരിയയിൽ ആ ഗ്ലോ വരേണ്ടത് നല്ലതല്ല. സോ ഐ എം ഗോണ സെറ്റ് മൈ അണ്ടർ ഐ അഗൈൻ, ജസ്റ്റ് ദാറ്റ് പാർട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ് ലുക്ക്. ആൻഡ് ഐ വാണ്ടഡ് ടു ഫിനിഷ് ഇറ്റ് വിത്ത് പെർഫ്യൂം. ആൻഡ് ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ്. ഇപ്പം എൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് ഫേവറേറ്റിൽ വരുന്നത് ഈ ഒരു പെർഫ്യൂമാണ്. സോ ഇത് ആക്ച്വലി ഇത് ഗിഫ്റ്റഡ് ആണ് കേട്ടോ. സോ ആദ്യം എനിക്ക് ഇതിൻ്റെ സാമ്പിൾ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഓ ഗോഡ്, ദിസ് ഈസ് ദാറ്റ് നമ്മുടെ ഭയങ്കര ഒരു ഫ്രഷ് പെർഫ്യൂമാണ് കേട്ടോ. സോ ഇത് നാർസിസോൻ്റെ റേഡിയൻസ് എന്നുള്ള range. God, I am so addicted to this fragrance. Like if you are into fresh fragrance, that cotton flower notes ഒക്കെ ഈ കോട്ടൺ ഫ്ലവർ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ്ലി വാഷ്ഡ് ക്ലോത്ത്സിൽ ഫ്രഷ് ആയിട്ട് കഴുകിയ ക്ലോത്ത്സ് ഒക്കെ നല്ല സണ്ണിൽ ഉണങ്ങിയിട്ടൊരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ഫ്രഷ്നെസ്. ആൻഡ് ഐ ലൈക്ക് ദ വാംത്ത് ദിസ് ഗിവ്സ്. ലൈക്ക് കുറച്ച് കഴിഞ്ഞാൽ സെറ്റിൽ ആകുമ്പോൾ ദിസ് ഈസ് വൺ
അടിപൊളി സ്മെൽട്ടാ. ഈ ഒരു പെർഫ്യൂം അടിച്ച് നിങ്ങൾ പോയാണ്ടല്ലോ, ലൈക്ക് ഈവൻ ഇഫ് യു തിങ്കിങ് ഈ ഒരു പെർഫ്യൂം കാരണം ലൈക്ക് പീപ്പിൾ വിൽ തിങ്ക് ദാറ്റ് നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ചൊരുങ്ങി വന്നേക്കുന്ന ഒരു കുട്ടിയാണെന്നുള്ളത് നമുക്ക് തോന്നും. ആൻഡ് ദിസ് ഇസ് യൂണിസെക്സ് അല്ല കേട്ടോ, അത് പെണ്ണുങ്ങൾക്കായ മോർ ടുവേർഡ്സ് ഒരു ഫെമിനിൻ പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇഫ് യു ക്യാൻ ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്, പ്ലീസ് ബൈ ദിസ്. ഇത് ഇന്ത്യയിൽ അവൈലബിൾ അല്ല എന്ന് എനിക്ക് തോന്നുന്നത്, പുറത്ത് അവൈലബിൾ ആണ്. ജസ്റ്റ് ട്രൈ ദിസ്. നിങ്ങൾ പുറത്ത് മിഡിൽ ഈസ്റ്റിലൊക്കെ ആണ് ചെയ്ത് പ്ലീസ് ഗെറ്റ് യുവർ ഹാൻഡ്സ് ഓൺ ദിസ്. അടിപൊളിയാണ്. ഐ വുഡ് ഹൈലി റെക്കമെൻഡ്. ഇത് ടാഗ് ചെയ്യാൻ അവൈലബിൾ ആണെങ്കിൽ ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം. ഇത് അത്രയും നല്ല പെർഫ്യൂമാണ്. ദിസ് ഈസ് ഭയങ്കര അഡിക്റ്റീവ് പെർഫ്യൂം. ഐ ജസ്റ്റ് ലവ് ദിസ് മാൻ. ഓക്കെ, പൊന്നുപോലെ വെക്കട്ടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു ലിപ്സ്റ്റിക്കിൽ ഈ ഷുഗറിൻ്റെ പെപ്റ്റൈഡ് ഗ്ലോസ് സ്റ്റിക്ക്, ഈ ഒരു ലിപ്സ്റ്റിക്കിന് ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ലിപ്പ് പ്ലംപിങ് കൂളിംഗ് എഫക്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ചൊറിയണ എഫക്റ്റ്. ഒക്കെ എനിക്ക് ആ ചൊറിയണ സാധനം എനിക്ക് തീരെ ഇഷ്ടമില്ല. ദാറ്റ് ഈ ലിപ്പ് ഇഞ്ചക്ഷനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, ഒറ്റ യൂസിൽ ഞാനത് കളഞ്ഞു. അങ്ങനത്തെ അല്ല. ദിസ് ഈസ് ഭയങ്കര കൂളിംഗ്. ഇപ്പോൾ നിങ്ങൾ വല്ല വിക്സൊക്കെ അപ്ലൈ ചെയ്താൽ എങ്ങനെയുണ്ടാവും, അങ്ങനത്തെ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ഈ ഒരു ലിപ് ബാമിന്, വിച്ച് ഐ ഡോണ്ട് വാണ്ട്. ബട്ട് ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫിനിഷ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു സാരി ഈസ് ഫ്രം പ്രണതി സ്റ്റൈൽസ് ഇൻസ്റ്റഗ്രാം പേജാണ്. ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ബ്ലൗസ് വന്നിട്ട് വേറൊരു സാരിയുടെ ഒപ്പിട്ട ബ്ലൗസാണ്, നിങ്ങൾ അതും കണ്ടിട്ടുണ്ടാവും. ജോ ട്രെൻഡ്സ് എന്നുള്ള മഹേശ്വരി ചെക്ഡ് സാരിയുടെ ബ്ലൗസാണ് ഇത്. ഈ മൽ കോട്ടൺ സാരിയാണ്. നല്ല സോഫ്റ്റാണ്, ഈസി ടു ഡ്രേപ്പാണ്. നിങ്ങൾ ഓൾറെഡി ഞാൻ വീഡിയോയിൽ ഇതിനെ പറ്റി ഞാൻ കൂടുതൽ പറയാത്തത് ബിക്കോസ് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാൻ നോക്കാം. സോ ദിസ് ഈസ് മൈ ഫിനിഷ്ഡ് ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ സിമ്പിൾ ലുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഞാൻ ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ട് കേട്ടോ. ബൈ.